ഉഴവൂർ വിജയൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഈ മാസം 11 മുതൽ ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 6:55ഓടെയായിരുന്നു അന്ത്യം. കരൾ, ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഈ മാസം 11-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചതിനാൽ 2 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ഉഴവൂർ വിജയന്റെ വിയോഗവാർത്തയറിഞ്ഞ് നിരവധി പ്രമുഖർ ആശുപത്രിയിലെത്തി. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, തിലോത്തമൻ, MLA-മാരായ VD സതീശൻ, VP സജീന്ദ്രൻ, PT തോമസ് എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P രാജീവ്, NCP നേതാക്കളായ AK ശശീന്ദ്രൻ MLA, TP പീതാംബരൻ മാസ്റ്റർ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. 10 മണിയോടെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്വദേശമായ കുറിച്ചിത്താനത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വ്യക്തിശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ഒരുപോലെ സൂക്ഷിച്ച മാതൃകാ പൊതുപ്രവർത്തകനാണ് ഉഴവൂർ വിജയനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ചാചല്യവുമില്ലാത്ത ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ് ഉഴവൂരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. NCPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ വക്താവായാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിൽ ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന തമാശകൾ അത് കേവലം തമാശകൾ മാത്രമായിരുന്നില്ല. അതീവ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം അദ്ദേഹത്തിൻ്റേതായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ നല്ല രീതിയിലായിരുന്നു ജനങ്ങളത് സ്വീകരിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹം കോട്ടയത്തെ പൊതുദർശനത്തിന് ശേഷം ജന്മനാടായ കുറിച്ചിത്താനത്തെത്തിച്ചു. വിജയന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടക്കും. TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. സംസ്കാരത്തെക്കുറിച്ച് കൂടിയുള്ള വിശദാംശങ്ങൾ. ധന്യ, അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 12:30 കോട്ടയം തിരുനക്കരയിൽ പൊതുദർശനത്തിന് വച്ചു. കുറിച്ചുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ വാക്കുകൾ കൊണ്ട് പലതവണ ചട്ടുളി പായിച്ച അതേ തിരുനക്കര മൈതാനിൽ ചേതനയേറ്റ ഉഴവൂർ വിജയനെ ഒരു നോക്ക് കാണാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത്. LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രിമാരായ മാത്യു ടി തോമസ്, K രാജു, P തിലോത്തമൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ ധനകാര്യമന്ത്രി KM മാണി, MLA-മാരായ മോൻ ജോസഫ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ തിരുനക്കരയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് 2:30 വിലാപയാത്രയെ ഉഴവൂരിലെത്തിച്ച മൃതദേഹം കുറിച്ചിത്താനത്തെ KR നാരായണൻ മെമ്മോറിയൽ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. TP പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷത്തിന് കനത്ത നഷ്ടമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അപരിഹാര്യമായൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരവേല ചെയ്ത ഒരു ഉജ്ജ്വലനായ വാഗ്മി ആണ് ഉഴവൂർ വിജയൻ. സംഘടനാ രംഗത്തും പ്രക്ഷോഭരംഗത്തും പ്രചാരണ രംഗത്തും കഴിവ് തെളിയിച്ച ഒരു നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. ഈ നിര്യാണത്തിൽ
CPIM സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഉഴവൂരിന്റെ നിര്യാണത്തിൽ VS അച്യുതാനന്ദൻ അനുശോചനം അറിയിച്ചു. ഉഴവൂർ വിജയൻ്റെ നിര്യാണം ഈ സംസ്ഥാനത്തിൻ്റെ പൊതുജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലുള്ള എൻ്റെ നിർവ്യാജമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിലാണ് ഉഴവൂർ വിജയന്റെ സ്ഥാനം. എന്നും സാധാരണക്കാരുടെ നേതാവായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഉഴവൂർ കുറിച്ചിത്താനം കാരാംകുന്നേൽ ഗോവിന്ദൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായ ഉഴവൂർ വിജയൻ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. ബിരുദധാരിയായ ഉഴവൂർ വിജയൻ പിന്നീട് KSU സംസ്ഥാന സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കലഹിച്ച് കോൺഗ്രസ് പിളർന്നപ്പോൾ ആന്റണിക്കൊപ്പം നിന്നു. പിന്നീട് കോൺഗ്രസ് എസിലൂടെ NCPയിലെത്തി ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചു. ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കുമാരനെല്ലൂർ ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരത്തിനിറങ്ങി. NCP ദേശീയ സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ, NCPയുടെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം NCP സംസ്ഥാന അധ്യക്ഷനായി. KR നാരായണൻ ഫൗണ്ടേഷൻ ചെയർമാനാണ്. ചന്ദ്രമണി അമ്മയാണ് ഭാര്യ. വന്ദന, വർഷ എന്നിവർ മക്കളാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിൽ നിൽക്കുന്ന ഉഴവൂർ വിജയന്റെ പ്രയോഗങ്ങൾ കുറിക്കുകൊള്ളുന്നതാണ്. പ്രസംഗം കേൾക്കാൻ വരുന്നത് പച്ചയായ മനുഷ്യരാണ്. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പറയുന്നത് തമാശയല്ല, കാര്യങ്ങളാണ്. ഇതാണ് ഉഴവൂർ വിജയന്റെ നയം. തമാശകളായി കാര്യങ്ങൾ പറയുമ്പോഴും വിജയന് എന്നും ഉറച്ച നിലപാടുകളുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മരിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ LDFനായി മരിക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കൂറ് പ്രകടമാക്കുന്നതാണ് ഉഴവൂർ വിജയന്റെ ഈ വാക്കുകൾ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങളുമായിരുന്നു ഉഴവൂർ വിജയന്റേത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഹാസ്യം ചേർത്ത് അദ്ദേഹം പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തേക്കാൾ, ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. സേതി ഹാജിയുടെയും നായനാരുടെയും കരുണാകരന്റെയും ഫലിതങ്ങളും നമ്പാടന്റെ നമ്പറുകളും കേരളം ഇന്നും ഓർത്തോർത്തു ചിരിക്കുന്നവയാണ്. ഇവർ അന്ന് ഉപയോഗിച്ച വാക്കുകൾക്ക് പുറമൂടി നൽകി പുതുതലമുറക്കാർ നമ്പറിടുമ്പോഴും പഴയ മൂർച്ച കിട്ടാറില്ല പലതിനും. ഹാസ്യരസം നിറച്ച് എതിരാളികൾക്ക് നേരെ വാക്കുകൾ പ്രയോഗിക്കുന്ന സരസന്മാരായ രാഷ്ട്രീയക്കാരെ കക്ഷിഭേദമില്ലാതെ കേരളം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് പ്രസംഗിക്കുന്നവരിൽ പ്രമുഖൻ ഉഴവൂർ വിജയനായിരുന്നു. UDF എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു ലോകം നൽകിയ പേർ കല്യാൺ എന്നതുപോലെ UDFന് ജനങ്ങൾ നൽകിയ നിർവചനം ഉഡായിപ്പ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണ് UDFന്റെ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളും പുതിയ തലമുറ പോലും ചർച്ച ചെയ്തിരുന്നു. മണി വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. കേരളത്തിലെ മന്ത്രിസഭയിൽ 20 മണിക്കുട്ടന്മാരും ഒരു മണിക്കുട്ടിയുമാണ് ഉള്ളത്. നമ്മുടെ ജയലക്ഷ്മി മണിക്കുട്ടി പാവം, അതിന് 5 വയസ്സായിട്ടൊന്നുമില്ല. ഉള്ള കാര്യം പറയാറില്ല, അതിനൊട്ട് കാശ് എണ്ണാനും അറിയത്തില്ല. ആകെ അല്ലാതെ അതിനെ ഉദ്രവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമൊന്ന് പേടിച്ച് ക്യാബിനറ്റിലൊക്കെ കയറി ഇരുന്നാൽ വല്ല കുഴപ്പം ഉണ്ടാവുമോ? ഇതുവരെ ഒന്നും ഉണ്ടായില്ല കേട്ടോ, അത് നോക്കി കണ്ടു വന്നിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ചോദിച്ചു വയനാട്ടുകാരോട്, അതെന്നാ അത് ഇത്ര ധൈര്യമായിട്ടൊക്കെ പോയിരിക്കുന്നു. അതെ ചേട്ടാ, അമ്പും വില്ലും കൃത്യമായി എഴുതാൻ അറിയാം, അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും കയറിയൊന്നും മുട്ടത്തില്ലല്ലോ. ഏതായാലും അവിടെ ഇരിപ്പുണ്ട്. ഗൗരവമുള്ള പ്രസംഗത്തിന് ഇരുന്നു കൊടുക്കാൻ രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ കാണുന്നവർ പോലും ഇന്ന് തയ്യാറല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഉഴവൂരിനെ ആളുകൾ കേട്ടത്. പൊതുവെ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാത്ത പുതുതലമുറയ്ക്കും രാഷ്ട്രീയം കേട്ടുമടുത്ത പഴയ തലമുറയ്ക്കും ഗൗരവം വിട്ട് നേതാക്കൾ അല്പം തമാശ പറയുന്നതിലെ താല്പര്യം കൂടിയത് ഉഴവൂരിലൂടെയായിരുന്നു. ഒരു കുഞ്ഞുഞ്ഞിന്റെ വീത ഇത്രയും വലിയ കല്ല് വന്നു വീണ പിന്നെ കുഞ്ഞുഞ്ഞ് മറ്റേ 12-10 ലോറികളിൽ തവള പോയ പോലെ ആകേണ്ടതാണ്. പക്ഷെ ആ കല്ല് ഒരു മാന്ത്രിക ശക്തിയുള്ള കല്ലായിരുന്നു, മാണിക്യ കല്ലായിരുന്നു. മിക്കവാറും ആ കല്ലുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരൊരു യാത്ര നടത്താൻ സാധ്യതയുണ്ട്. കല്ലിന്റെ സ്വീകരണം, മാലയിടുക, മകളാക്കാരൊക്കെ കൂടെ വന്ന് വലിയ ബഹളമൊക്കെ ആയിരിക്കും. അത് ചിതാഭസ്മൊക്കെ കൊണ്ടിരുന്നത് പോലെ ഉള്ള ചില കലാപരിപാടികളൊക്കെ വോട്ടിന് വേണ്ടി അവർ നടത്താൻ തയ്യാറാണ്.
ശ്രീനി കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബസിന്റെ ചില്ലിനിട്ട് വേറെ പറഞ്ഞാൽ ആ ചില്ല് ചടങ്ങി പല കഷ്ണമായിട്ട് അവിടെ ഇരിക്കും. ചിലപ്പോ കല്ലകത്തോട്ട് പോയിരിക്കും, എന്നാലും ചിലപ്പോ അങ്ങനെ പോകാൻ സാധ്യതയില്ല. പക്ഷെ ഈ കല്ല് അങ്ങനെയല്ല. ഇടതുവശത്തെ ചില്ലിനിടയിലൂടെ കടന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൂക്കാണ് ആദ്യം കല്ലിന് ദൃശ്യമായി. വലിയ മൂക്കാണല്ലോ അദ്ദേഹത്തിന്. ആ മൂക്ക് തട്ടാതെ ആ കല്ല് നേരെ ചില്ലിനിട്ട് തട്ടിയിട്ട് ആ ചില്ലിന്റെ ഒരു കഷ്ണം വന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് വന്നു. കല്ലവിടെ കൊണ്ട് നിന്നില്ല. ഹാസ്യം ചേർത്ത് ഉഴവൂർ പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ഉഴവൂരിന് ആദ്യ നിരയിൽ തന്നെ സ്ഥാനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. വനിതാ ലോക ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നു. ടോസ് നേടി ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സ്നേഹതയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്നേഹ, മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് സ്കോർ? ധന്യ, ഇംഗ്ലണ്ടിൽ മത്സരം പുരോഗമിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ കളിയുടെ സ്കോർ റേറ്റ്. അതായത് 33 ഓവർ പിന്നിട്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് മികച്ച 5 ബാറ്റ്സ്മാൻമാരെ നഷ്ടമായിരിക്കുകയാണ്. ലോറൻസ് വിൽഫീൽഡ് 22 റൺസ് എടുത്തും ടോമി ബ്യൂമോണ്ട് 23, ഹീതർ നൈറ്റ് ക്യാപ്റ്റനായ ഹീതർ നൈറ്റ് 7 ബോളിൽ വെറും 1 റൺസ് മാത്രം എടുത്തുകൊണ്ടാണ് ഒരു റൺസ് മാത്രമാണ് എടുത്തത്. അതേസമയം സാറ ടെയ്ലർ അർദ്ധ സെഞ്ചുറിയോട് അടുക്കുന്ന സമയത്ത് തന്നെ ജുവൻ ഗോസ്വാമി സാറ ടെയ്ലറിനെയും പുറത്താക്കിയിരിക്കുകയാണ്. വിൽസന് റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ജയശ്രീ, പൂനം യാദവ്, ഗോസ്വാമി എന്നിവരാണ് വിക്കറ്റ് വേട്ടക്കാർ. അതേസമയം പൂനം യാദവിനും ഗോസ്വാമിയും 2 വിക്കറ്റ് വീതവും ജയശ്രീ 1 വിക്കറ്റ് വീതവുമാണ് നേടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കളിയിലെ വില്ലനാകുമോ എന്നൊരു സംശയവും ഉയരുന്നുണ്ട്. പക്ഷെ നിലവിൽ 250-നോടടുത്ത് റൺസ് നേടാൻ ഇംഗ്ലണ്ടിന് സാധിക്കുമെന്നാണ് നിലവിലെ കളിയുടെ പോക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ സ്പിന്നർമാർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. തന്നെയാണ് ആരൊക്കെയാണ് ഗ്രൗണ്ടിൽ ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്? ധന്യ, ഇപ്പോൾ നതാലി സെക്ബർ അർദ്ധ സെഞ്ചുറിയോട് അടുക്കുകയാണ്. സാറ ടെയ്ലർ ആയിരുന്നു ഇതിനു മുൻപ്. എന്നാൽ സാറ ടെയ്ലറിന് അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ഗോസ്വാമി ടെയ്ലറെ പുറത്താക്കുകയായിരുന്നു. സ്നേഹയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവും കോവളം MLAയുമായ M. വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. MLAയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടൊപ്പം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതിയിലെത്തും. അതേസമയം വീട്ടമ്മയുടെ സഹോദരിക്കും സഹോദരി ഭർത്താവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കും. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കോവളം MLA വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. എന്നാൽ ഇതേസമയം തന്നെ MLAയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസും നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. MLAയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും കാട്ടി MLAയുടെ ബന്ധുക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായി MLA റിമാൻഡിലായ ശേഷം ഇന്നലെ തന്നെ അന്വേഷണ സംഘം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തി. ഇതുവരെയും കൃത്യതയോടെ മുന്നോട്ട് പോയ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയാണെങ്കിൽ പ്രതിയെ പീഡനം നടന്ന വീട്ടിലേക്കും കടകളിലേക്കും കൊണ്ടുവന്ന് തെളിവെടുക്കുക എന്നത് മാത്രമാണ് ഇനി പോലീസിന്റെ ജോലി. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്നലെ MLAയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. തുടർന്ന് നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് എത്തിച്ചു. DYSP ഓഫീസിലേക്ക് എത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ അക്രമമാണ് നെയ്യാറ്റിൻകരയിൽ അഴിച്ചുവിട്ടത്. ഇവർ പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കുകയും സ്റ്റേഷനിലെ ചെടിച്ചട്ടികളും ബോർഡുകളും അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് 7 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പീഡനക്കേസിൽ അറസ്റ്റിലായെങ്കിലും രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിൻസെന്റ്. എന്നാൽ KPCC വിൻസെന്റിനെ പാർട്ടിയുടെ താൽക്കാലിക ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ താൽക്കാലിക ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയാൽ പോരെന്നും MLA സ്ഥാനം തന്നെ രാജിവെപ്പിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് CPIM നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിൻസെന്റിനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിത ഗൂഢാലോചനയെന്നും MM ഹസൻ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരികയും അവർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിലും
കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീ വിൻസെന്റിനെ കുറ്റവിമുക്തനാക്കുന്നതുവരെ എല്ലാ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയുകയും അദ്ദേഹത്തിന് അത് ശിക്ഷിക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്താൽ ആ സമയത്തല്ലേ അദ്ദേഹം അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആരോപണങ്ങളിലൊന്നും MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടുമില്ല. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയണം. കോവളം MLA വിൻസെന്റിന്റെ അറസ്റ്റ് നിയമപരമായ നടപടിയാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പീഡനത്തിന് വിധേയമായ സ്ത്രീ കൊടുത്ത മൊഴിയാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് MLA അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലടച്ചിരിക്കുന്നത്. UDF ഭരണകാലത്ത് എന്ത് പരാതി ഏത് സ്ത്രീ കൊടുത്താലും അതെല്ലാം തന്നെ പൂഴ്ത്തിവെക്കുകയും സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു UDFൻ്റെ ഗവൺമെൻറ്. ഈ പീഡനത്തിന് വിധേയമായ സ്ത്രീ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് പറയുന്നതിന് യുക്തി എന്താണെന്ന് ആർക്കും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഏറ്റവും ബന്ധം ഈ MLAയുമായിട്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ് കുറേ മാസക്കാലത്തെ ഈ അനുഭവം വ്യക്തമാക്കുന്നതെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സ്ഥിതിയിൽപ്പെട്ടിട്ടുള്ള MLAക്കെതിരെ മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കണം. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയവർക്കെതിരെ നടപടിക്ക് സാധ്യത. അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശൻ, AK നസീർ, BJP സംസ്ഥാന സെക്രട്ടറി എന്നിവർക്കെതിരെ നടപടി വേണമെന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന്റെ ശുപാർശ കേന്ദ്രത്തിന് കൈമാറി. അതേസമയം അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയതിനു പിന്നിൽ K സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് PK കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നു. ഇതിനിടെ ഇരുപക്ഷവും BJP സഹകരണ സെക്രട്ടറി BL സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തി. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ BJP നേതാക്കൾക്കിടയിലെ പോരിന് ആക്കം കൂടിയിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയവർക്കെതിരെ നടപടി വേണമെന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കണമെന്നും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും PK കൃഷ്ണദാസ് വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നു. കോർ കമ്മിറ്റിയുടെ മിനിറ്റ്സ് സഹിതം കേന്ദ്ര നേതാവ് BL സന്തോഷിന് കൈമാറി. റിപ്പോർട്ട് ചോർന്നതിനു പിന്നിലെ നേതാക്കളായ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ, സംസ്ഥാന സെക്രട്ടറിയും മുരളീധര പക്ഷത്തെ നേതാവുമായ VV രാജേഷ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് കൃഷ്ണദാസ് പക്ഷം പറയുന്നത്. റിപ്പോർട്ട് ചോരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് VV രാജേഷ് തിരുവനന്തപുരത്ത് നടന്ന ഒരു പാർട്ടി യോഗത്തിൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആഞ്ഞടിച്ചിരുന്നു. ഇക്കാര്യം കോർ കമ്മിറ്റി യോഗത്തിൽ PK കൃഷ്ണദാസ് പക്ഷത്തെ രണ്ട് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. AK നസീറിന്റെ ഹോട്ടലിൽ വച്ച് VV രാജേഷ് റിപ്പോർട്ട് ചില നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും ചോർത്തി നൽകിയെന്നും കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതാക്കളോട് പറഞ്ഞു. K സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ഗൂഢനീക്കമാണ് റിപ്പോർട്ട് ചോർത്തലിന് പിന്നിലെന്ന് MT രമേശ് യോഗത്തിൽ ഉന്നയിച്ചു. MT രമേശിനെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് PS ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കി. അതേസമയം അഴിമതി ആരോപണ വിധേയനായ MT രമേശിനെ വെള്ളപൂശി ക്ലീൻ ചിറ്റും യോഗത്തിൽ കുമ്മനം രാജശേഖരൻ നൽകി. എന്നാൽ MT രമേശിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് തങ്ങളുടെ നേതാവ് VV രാജേഷിനെ പ്രതിക്കൂട്ടിലാക്കിയതെന്നാണ് V മുരളീധര പക്ഷം പറയുന്നത്. യോഗത്തിൽ കുമ്മനത്തെ ആക്രമിച്ച് സമ്മർദ്ദത്തിലാക്കി രാജിവയ്പ്പിച്ച് ആ സ്ഥാനം തട്ടിയെടുക്കാമെന്ന V മുരളീധര പക്ഷത്തിന്റെ ശ്രമം PS ശ്രീധരൻപിള്ള ഇടപെട്ട് തകർക്കുകയായിരുന്നു. എന്തു വന്നാലും കുമ്മനത്തെ മാറ്റാനാവില്ലെന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനും RSSനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അഴിച്ചുപണി BJP സംസ്ഥാന ഭാരവാഹികളുടെ കാര്യത്തിൽ ഉടൻ ഉണ്ടാകും. റിപ്പോർട്ട് ചോർത്തിയവരുടെ കാര്യത്തിലും കേന്ദ്ര തീരുമാനം പെട്ടെന്നു തന്നെ സംസ്ഥാനത്തെ അറിയിക്കും. യോഗത്തിൽ കേന്ദ്ര നേതൃത്വം താക്കീത് കൊടുത്തിട്ടും ഗ്രൂപ്പ് പോര് കെട്ടടങ്ങുന്നില്ലെന്ന വിലയിരുത്തൽ BL സന്തോഷ് അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട്. പനി മാറിയാൽ ഉടൻ കുമ്മനത്തോട് ദില്ലിയിലെത്താനും അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചും നടപടി എടുക്കരുത് എന്നഭ്യർത്ഥിച്ചും നടപടി കടുപ്പിക്കണമെന്നാവശ്യപ്പെട്ടും V മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും കേന്ദ്ര നേതാവായ BL സന്തോഷിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.